നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുത്രനും പുതുപ്പള്ളി എം.എൽ.എയുമായ ചാണ്ടി ഉമ്മനും തമ്മിലുള്ള കടുത്ത പോര് UDFിലും കോൺഗ്രസിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. തന്നെ മനഃപൂർവ്വം അവഗണിക്കാനും മൂലക്കിരുത്താനും വി.ഡി. സതീശൻ ശ്രമിക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ പല കോൺഗ്രസ് നേതാക്കളോടും വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു. തന്നെ പലയിടത്തു നിന്നും അവഗണിച്ച് മാറ്റി നിർത്തുകയാണെന്നും വി.ഡി. സതീശനും ഷാഫി പറമ്പിലും തമ്മിലുള്ള ഒരു കോക്കസാണ് തന്നെ ഒഴിവാക്കുന്നതിൽ മാറ്റി നിർത്തുന്നതിൽ പ്രധാന റോൾ വഹിക്കുന്നതെന്നും അവരാണ് അതിന് പിന്നിലുള്ളതെന്നുമാണ് ചാണ്ടി ഉമ്മൻ പല സീനിയർ കോൺഗ്രസ് നേതാക്കളോടും പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ നടത്തിയ മലയോര സംരക്ഷണ ജാഥയുടെ പരിപാടിയിൽ ചാണ്ടി ഉമ്മനെ പ്രസംഗിപ്പിച്ചിരുന്നില്ല. മുണ്ടക്കയത്ത് നടന്ന പരിപാടിയിൽ ചാണ്ടി ഉമ്മൻ പ്രസംഗിക്കുന്നില്ല എന്നാണ് മൈക്കിലൂടെ അനൗൺസ് ചെയ്തത്. ചാണ്ടി ഉമ്മനോട് ചോദിച്ചു, മറ്റ് 2 MLA കൂടെയുണ്ട്, മാണി സി കാപ്പനും മോൻസ് ജോസഫും. ഇവർ രണ്ടുപേരും പ്രസംഗിക്കുന്നില്ല, അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ പ്രസംഗിക്കുന്നുണ്ടോ എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു. അപ്പോൾ ചാണ്ടി ഉമ്മൻ മറുപടി പറഞ്ഞത്രേ, അവർ രണ്ടുപേരും പ്രസംഗിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനും പ്രസംഗിക്കുന്നില്ല. എന്നാൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് ഇതായിരുന്നു, ചാണ്ടി ഉമ്മൻ ഈ പരിപാടിയിൽ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലോ മാണി സി കാപ്പനും മോൻസ് ജോസഫും അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. ഇതോടെയാണ് ചാണ്ടി ഉമ്മന് അപകടം മനസ്സിലായത്, തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് മനസ്സിലായത്. തന്നെ മനഃപൂർവ്വം പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടി വി.ഡി. സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളും നടത്തിയ ഒരു നാടകമായിരുന്നു അതെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഇത് പ്രമുഖ നേതാക്കളോടെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തു. തന്നെ ഇത്തരത്തിൽ കുടുക്കിലാക്കി മലയോര കർഷക സംരക്ഷണ ജാഥ പോലത്തെ ഒരു പരിപാടിയിൽ, അതും മുണ്ടക്കയത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ തന്നെ മനഃപൂർവ്വം പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടി വി.ഡി. സതീശനും അനുയായികളും കളിച്ച കളിയാണ് ഇതെന്നും അവസാനമാണ് ഇതൊരു കുടുക്കാണെന്ന് തനിക്ക് മനസ്സിലായതെന്നും ചാണ്ടി ഉമ്മൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പല കോൺഗ്രസ് നേതാക്കളോടും പറഞ്ഞത്. ചാണ്ടി ഉമ്മനെ അവഗണിക്കാനുള്ള വി.ഡി. സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ആ ഒരു തന്ത്രം കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തുന്നതിൽ എതിർപ്പുള്ള പല നേതാക്കളുമുണ്ട്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ അടക്കമുള്ള പല നേതാക്കളും ചാണ്ടി ഉമ്മനെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്താനുള്ള വി.ഡി. സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിൻ്റെ ശ്രമങ്ങൾക്ക് അവർ എതിരാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ പാർട്ടി പരിപാടികളുടെ നിയന്ത്രണം പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലായതുകൊണ്ട് ചാണ്ടി ഉമ്മനെ ഒരിടത്തും അവർ അടുപ്പിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ താൻ MLA സ്ഥാനം രാജിവെച്ച് അമേരിക്കയിലേക്ക് പോകുമെന്ന് വരെ ചാണ്ടി ഉമ്മൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാരണം തനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, തനിക്ക് ഇവിടെ ഈ പരിപാടികളിൽ ഒരു പങ്കാളിത്തം നൽകിയില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നതെന്നും തൻ്റെ പിതാവടക്കം കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തിൽ താൻ ഇത്രയേറെ അവഗണന നേരിടുന്നത് സഹിക്കാൻ കഴിയുന്നതല്ലെന്നുമാണ് ചാണ്ടി ഉമ്മൻ പല കോൺഗ്രസ് നേതാക്കളോടും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ MLA സ്ഥാനം ഉപേക്ഷിച്ച് പോകാൻ തനിക്ക് മടിയില്ലെന്നും, പക്ഷേ തൻ്റെ പിതാവിൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്നതുകൊണ്ടാണ് താൻ ആ കടുങ്കൈ ചെയ്യാത്തതെന്നുമാണ്. ഒരുപക്ഷെ ഗതികെട്ടാൽ നിവർത്തിയില്ലെങ്കിൽ താൻ പുതുപ്പള്ളി MLA സ്ഥാനം രാജിവെച്ച് രാജ്യം തന്നെ വിടുമെന്നും സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നുമൊക്കെയാണ് ചാണ്ടി ഉമ്മൻ അടുപ്പക്കാരോട് പലരും പറയുന്നത്. കാരണം വി.ഡി. സതീശൻ്റെ ഒറ്റപ്പെടുത്തൽ അത്രയ്ക്ക് അസഹനീയമായി കഴിഞ്ഞുവെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കളാരും തയ്യാറാവുന്നില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. തൻ്റെ പിതാവിനെ വഞ്ചിച്ചവർ, തൻ്റെ പിതാവിന് പാരവച്ചവർ എന്നുള്ള രീതിയിലാണ് ഷാഫി പറമ്പിലിനെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്കുമൊക്കെ ഈ ചാണ്ടി ഉമ്മൻ കാണുന്നത്. ഏതായാലും കോൺഗ്രസിൽ ഇതൊരു പുതിയൊരു അലയൊലി, പുതിയൊരു പ്രതിസന്ധി ഉണ്ടാക്കേണ്ട. ഉമ്മൻചാണ്ടിയെ പോലുള്ള മകനെ കോൺഗ്രസിൽ മനഃപൂർവ്വം ഒഴിവാക്കുകയും സൈഡ് ലൈൻ ചെയ്യുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നത് പാർട്ടിക്ക് ഒരിക്കലും നല്ലതല്ല എന്നാണ് പല സീനിയർ നേതാക്കളും പറയുന്നതെങ്കിലും ഇപ്പോൾ നിയന്ത്രണം വി.ഡി. സതീശൻ്റെ കയ്യിലായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല.